ഇന്ന് അമ്മച്ചി അപ്പവും തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയത്. പിന്നെ ഒരു മാങ്കോ ജ്യൂസും അടിച്ചു. മോന് ഇഷ്ടമാണല്ലോ ഇതൊക്കെ, അതുകൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പം ഞാൻ വിചാരിച്ചു മോൻ രാവിലെ എഴുന്നേറ്റ് വരുമെന്ന് വിചാരിച്ച്. അപ്പം 6:15 അതുകൊണ്ടാണ് അമ്മച്ചി ഒന്ന് വിളിച്ചത്. നമുക്ക് തിരുവനന്തപുരത്ത് പോകണമല്ലോ, അപ്പോൾ രാവിലെ ജോലികളൊക്കെ ഒരുക്കി വെച്ചിട്ടല്ലേ പോകാൻ. പിന്നെ മോനിതൊക്കെ അറിയാനുള്ള ഇഷ്ടവും ആ ഒരു ആകാംക്ഷയൊക്കെ ഉള്ളത് കൊണ്ട് ഇതെന്നാ അപ്പം ചുടുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിനേക്കാളും ഓരോ കാര്യങ്ങൾ നമ്മൾ കണ്ടുപഠിക്കണം. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ അടുക്കള പണിയൊക്കെ ചെയ്യുന്നതിനൊന്നും പിന്നെ ആണെന്നും പെണ്ണെന്നുള്ള വേർതിരിവും കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു വേർതിരിവെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അന്നത്തെ സാഹചര്യം അതായിരുന്നു. അന്നൊക്കെ വലിയ വലിയ കുടുംബങ്ങൾ പിന്നെ കൃഷിപ്പണിയൊക്കെ ചെയ്തായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ ജീവിച്ചിരുന്നത്. അപ്പോൾ ഈ പുരുഷന്മാരെല്ലാം രാവിലെ കൃഷിപ്പണിക്ക് ഇറങ്ങും, സ്ത്രീകളെല്ലാം അടുക്കളയിൽ വീടിനകത്തെ ജോലികളെല്ലാം ചെയ്യും. അപ്പോൾ അതൊരു ശീലമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ പിന്നെ അതൊരു ആൾക്കാർ അങ്ങനെ ഒരു മൈൻഡ് സെറ്റാക്കി വെച്ചു എന്നുള്ളതേ ഉള്ളൂ. അതിലൊന്നും ഒരു കാര്യമില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം ആൾക്കാരെല്ലാം പഠിച്ച് വിദ്യാഭ്യാസം ഉണ്ടായി, എല്ലാവരും വിദേശങ്ങളിലൊക്കെ പോയി, ജോലിക്ക് വേണ്ടി പോയി, കുടുംബമായിട്ട് അവരവിടെ പോയി. ഇപ്പം നമുക്ക് അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലൊന്നും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പം നമുക്ക് പരസ്പരം ഒരു ഉത്തരവാദിത്വം എല്ലാ കാര്യത്തിലും, വീട്ടു ജോലിക്കായാലും മറ്റുള്ള ജോലിക്കായാലും. കാരണം സ്ത്രീകളും ജോലിക്ക് പോകുന്നുണ്ട്, പുരുഷന്മാരും ജോലിക്ക് പോകുന്നുണ്ട്, പുറത്ത് ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും കൂടെ ഷെയർ ചെയ്ത് പോകും. അപ്പം മക്കളൊക്കെ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ എനിക്ക് പറയാനുള്ള എൻ്റെ ഒരു ചിന്തയെന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ മുത്തശ്ശിമാരുടെ സാന്നിധ്യം കൊച്ചുമക്കൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ സ്കൂൾ വെക്കേഷനൊക്കെ ആകുമ്പോഴത്തേന് മക്കളൊക്കെ വന്ന് മുത്തശ്ശിമാരോടൊപ്പം നിൽക്കണം. നാട്ടിൽ വന്ന് നാടിൻ്റെ നന്മകളും തിന്മകളും ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ വേർതിരിച്ചൊന്ന് മനസ്സിലാക്കാൻ ഒരു കുറച്ച് സമയം കിട്ടുന്നുള്ളെങ്കിലും കൊച്ചു കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി പോകാം. അങ്ങനെ പല നാളാകുമ്പോഴത്തേനും നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഏത് കാര്യവും നമ്മളൊരാൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും ആ കാര്യം നമുക്ക് അനുഭവമായിട്ട് വേണം നമ്മളതിനെ കൂട്ടിക്കലർത്താൻ. ഇപ്പം തന്നെ മക്കൾ ഈ അപ്പവും തക്കാളി ചമ്മന്തിയും കഴിക്കുന്നു. മക്കൾക്ക് ഇത് നാളെ ഒരു ഭാവിയിൽ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ ഞാനിത് പറഞ്ഞു തന്നാൽ മോന് മനസ്സിലാവത്തില്ല. ഇതിനെന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളൊരു മുന്നൊരുക്കങ്ങൾ നടത്തുന്നത്, എങ്ങനെയൊക്കെയാണ് ഇത് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്, അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മനസ്സുണ്ടെങ്കിൽ അത് ചെയ്യാം. അതിപ്പം കൊച്ചു പിള്ളേർക്കൊന്നും അതിനുള്ള ആ ഒരു ക്ഷമയൊന്നും ഇല്ല. പക്ഷെ അങ്ങനെ ആവരുതെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ എനിക്ക് ഒരു സന്തോഷമുള്ളതെന്ന് വെച്ചാൽ മോന് ഇതൊക്കെ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ മോനെ ഇതെല്ലാം വെച്ച് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. എനിക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം ഇപ്പോൾ എല്ലാവരും കൊച്ചുമക്കളെയൊക്കെ സ്നേഹം കിട്ടാനും കൊച്ചുമക്കൾക്ക് മുത്തച്ഛിമാരുടെ സ്നേഹം കിട്ടാനൊക്കെ കൊതിക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പം നിങ്ങളെപ്പോലുള്ളവരൊക്കെ ഈ വെക്കേഷൻ സമയത്തൊക്കെ വന്ന് നിൽക്കുന്നത് നമുക്ക് ഭയങ്കര സന്തോഷവും ആഹ്ലാദമാണ്, മിണ്ടാനും പറയാനും ഒക്കെ. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ.